ഹായ്, ഗുഡ് ഈവനിങ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അല്ലേ? എന്താണ് വിശേഷം? ഡേറ്റ് വന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമായിരുന്നു. അതങ്ങോട്ട് തീർന്നു അല്ലേ? അങ്ങനെ കൊടുക്കാം. ഡേറ്റ് വന്നു. കുറേ പേർക്ക് എന്നാണാവോ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഡേറ്റ് വന്നപ്പോ ഇനി കുറെ ആൾക്കാർ അയ്യോ ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു, എന്റേത് ആദ്യമൊന്നും വേണ്ടായിരുന്നു, എന്റെ അവസാനത്തേക്ക് കിട്ടാൻ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോ ഈ പറയുന്ന ആദ്യം വന്ന ആളുകൾക്കുള്ള ടെൻഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല. എന്റെ പരീക്ഷ ആദ്യം കഴിയുന്നത് കൊണ്ട് പാറ്റേൺ ഒക്കെ എല്ലാവർക്കും മനസ്സിലാവും. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവര് അത് വെച്ച് പഠിച്ച് പിന്നെ എക്സാം എഴുതി അപ്പൊ ഞാൻ പുറകിലായി പോകൂലേ എന്നുള്ള ടെൻഷനാണ് ഇപ്പൊ എല്ലാവർക്കും ഉള്ളത്. അല്ലാതെ പരീക്ഷ ആദ്യം കഴിഞ്ഞു കിട്ടും എന്നുള്ള അതൊന്നും അല്ല. ആ ഒരു സന്തോഷം കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരൊറ്റ പ്രശ്നം മാത്രം. അതായത് എന്റെ പരീക്ഷ ആദ്യം ആയതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ പിന്നെ ഇഷ്ടം പോലെ പഠിക്കാൻ സമയം കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ പിന്നെ ഭയങ്കര പെർഫോമൻസ് കാഴ്ചവെച്ച് ഞാൻ താഴെ പോവല്ലോ എന്നുള്ള ടെൻഷനാണല്ലോ അല്ലെ? പക്ഷെ ഏറ്റവും നല്ലത് എന്താ, ഒരുപാട് കാലമായിട്ട് നമ്മളിങ്ങനെ കോവിഡും ക്വാറന്റൈനും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ തടവിലാക്കപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്ന ആദ്യത്തെ ടീം എന്ന് പറയുന്നത് 20-ാം തീയതി പരീക്ഷ എഴുതുന്നവരാ. ആ ലെവലിൽ കണ്ടാൽ മതി. ആദ്യമായിട്ട് സ്വതന്ത്രരാക്കാൻ പോകുന്ന, ആദ്യമായിട്ട് തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ പോകുന്ന ടീം എന്ന് പറയുന്നത് 20-ാം തീയതി പരീക്ഷ എഴുതുന്നവരാ. ഒന്ന് നടന്ന് കിട്ടിയാൽ മതി എന്നുള്ള ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. പിന്നെ കുറെ ആളുകൾ പറയുന്നത് എന്താണ്, ആദ്യത്തെ കഴിയുമ്പോൾ പാറ്റേൺ ഒക്കെ മനസ്സിലാവും, അപ്പൊ പിന്നെ ബാക്കിയുള്ളവരൊക്കെ അതിനനുസരിച്ചിട്ടല്ലേ എന്നുള്ളത്. ഇനി കുറെ ആളുകൾക്ക് ആദ്യമുള്ള ഒരു സംശയം, അതായത് ഇന്ന് ഒരുപാട് സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് നോർമലി അതിൽ ഏകദേശം ഒരുപാട് ഏറ്റവും കൂടുതൽ വന്ന സംശയങ്ങൾ എന്ന് പറയുന്നത് കട്ട് ഓഫ് എത്ര എന്നുള്ളത് ഒരു 1.5 സംശയമായി പോയി. കട്ട് ഓഫ് എത്രയാന്നുള്ളതാണ്. അതായത് 20-ാം തീയതി നടക്കുന്ന പരീക്ഷയുടെ കട്ട് ഓഫ് ഞാനിപ്പോ 10-ാം തീയതി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. അതിലേറെ നല്ലത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് തരുന്നതല്ലേ. അപ്പൊ ആ ലെവലിലുള്ള സംശയങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതില് തുടക്കത്തിലേ ഉള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നടക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഹാൾ ടിക്കറ്റ് കിട്ടാത്ത ആളുകളാണ്. ഇനി എനിക്കെങ്ങാനും ഹാൾ ടിക്കറ്റ് ഇല്ലാതെ ആയോ, അതോ എന്റെ ജില്ലയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ ഹസ്ബൻഡിന് ഹാൾ ടിക്കറ്റ് വരും ചെയ്തു, എനിക്ക് ഹാൾ ടിക്കറ്റ് വന്നിട്ടുമില്ല, ഞങ്ങൾ രണ്ടാളും ഒരേ ജില്ലയിലാണ്, എന്നിട്ടും എനിക്ക് എന്താ ഹാൾ ടിക്കറ്റ് വരാത്തെ എന്നുള്ളത്. അപ്പൊ അവിടെ ആദ്യം പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓരോ ജില്ലയിലും അതായത് 14 ജില്ലയിലും എന്ത് ചെയ്യുന്നുണ്ട്, 25% ആളുകളെ വെച്ച് എക്സാം നടത്തുന്നുണ്ട്. അപ്പൊ 14 ജില്ലയിലും 25% ആളുകൾ എന്ത് ചെയ്യും, എക്സാം എഴുതും കേട്ടോ. അപ്പൊ ആ 25%-ൽ നിങ്ങൾ പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് എക്സാമിൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വരാത്തത്. ഇപ്പൊ നിലവിൽ 20-ാം തീയതിയും 25-ാം തീയതിയും നടക്കുന്നവർക്ക് മാത്രമേ എന്ത് വന്നിട്ടുള്ളൂ, ഹാൾ ടിക്കറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ 20-നും 25-നും എക്സാം നടക്കുന്നവർക്ക് ആ 15 ദിവസത്തിനുള്ളിൽ എന്നുള്ളവർക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഹാൾ ടിക്കറ്റ് വന്നിട്ടുള്ളത്. അതിനപ്പുറത്തുള്ള ആളുകൾക്ക് ഇനി ആ പരീക്ഷ ഡേറ്റിന്റെ ഒരു 10-15 ദിവസം ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് ഹാൾ ടിക്കറ്റ് വരിക. അപ്പൊ ആ ചോദ്യത്തിന് തീരുമാനമായല്ലോ. എന്തുകൊണ്ടാണ് എനിക്ക് ഹാൾ ടിക്കറ്റ് വരാത്തത് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് എന്ത് ചെയ്തു, അവിടെ തീരുമാനമായല്ലോ. അപ്പോ ഇനി എന്ത് ചെയ്യണ്ട, ആലപ്പുഴ ആർക്കെങ്കിലും ഹാൾ ടിക്കറ്റ് വന്നോ, കോഴിക്കോട് ആർക്കെങ്കിലും ഹാൾ ടിക്കറ്റ് വന്നോ എന്നുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. 15 ദിവസം മുന്നേ, അതായത് ഈ 2 ഡേറ്റിൽ പരീക്ഷ നടത്തുന്ന ഓരോ ജില്ലകളിലും 25% പേർക്ക് മാത്രമേ എന്ത് വന്നിട്ടുള്ളൂ, ഹാൾ ടിക്കറ്റ് വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിന്റെയും സംശയങ്ങൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള സംശയങ്ങൾ മാത്രം ഞാൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ. എങ്ങനെയായിരിക്കും എക്സാം പാറ്റേൺ, പ്രധാനമായി റിവിഷൻ ചെയ്യേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്. കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് സിലബസ് കറക്റ്റ്, ഇനി എന്തൊക്കെയാണ് നോക്കേണ്ടത്, ഏതിനാണ് കറക്റ്റ് ആയിട്ട് ഇനി സമയം കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു കാര്യം, ഇനി ആകെ 10 ദിവസം, 9 ദിവസം അല്ലേ, 9 ദിവസം കഴിഞ്ഞ് 10-ാമത്തെ ദിവസം നിങ്ങൾക്ക് എന്താണ്, പരീക്ഷയാണ്. ഈ ഇത്രയും കാലം
നിങ്ങൾ എന്ത് നോട്ടാണോ പഠിച്ച് ഉണ്ടാക്കിയത് അത് റിവിഷൻ ചെയ്യുക, കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഈ 2 പരിപാടികളാണ് ഇനി എന്ത് ചെയ്യേണ്ടത്, മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ നിങ്ങൾ ഏതിന് പ്രാധാന്യം കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ സയൻസിലെ ഇന്ത്യ, കേരളം എന്നീ ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ തന്നെ സയൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ പറഞ്ഞിരിക്കുന്ന SCERT സിലബസിൽ എന്ത് ചെയ്യുക, അവിടെയും ഇമ്പോർട്ടൻസ് കൊടുക്കുക. കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക, ഒരു 2019 ജൂലൈ മുതൽ 2020 നവംബർ വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റ് ഓടിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതും ഒന്ന് നോക്കുക. ഇത്രയാണ് ഇപ്പൊ ഇനി ഈ 10 ദിവസം കൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എന്ത്, കഴിഞ്ഞ ഒരു മാസമായിട്ട് നിങ്ങൾ ഏതിന്റെ ടച്ച് നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണം. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു പാർട്ടുകൾ എടുത്തിട്ട് എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, ടച്ച് ചെയ്ത് പോയേ പറ്റുള്ളൂ. എങ്കിലേ നിങ്ങൾക്ക് മാത്സിന്റെ ആ ഒരു സ്പീഡും കാര്യങ്ങളും എന്ത് ചെയ്യുള്ളൂ, അവിടെ കിട്ടുള്ളൂ എന്ന് നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇനി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സിലബസിൽ പറഞ്ഞിരിക്കുന്ന SS-ലെ ഇന്ത്യക്കും കേരളത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഒപ്പം സയൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്കും. അല്ലാതെ ഇനി സിലബസിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് എന്ത് ചെയ്യാൻ നിൽക്കണ്ട, ഒരു കാര്യങ്ങളും പഠിക്കാൻ നിൽക്കണ്ട. പിന്നെ എങ്ങനെയായിരിക്കും എക്സാം പാറ്റേൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, അതൊന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അതായത് 95 96 കട്ട് ഓഫ് വരുന്ന രീതിയിലുള്ള പരീക്ഷ. അത് എഴുതിയിട്ട് ഒരാള് വേരിയസ് ലാസ്റ്റ് ഗ്രേഡിന്റെ പരീക്ഷ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന്റെ പരീക്ഷ എഴുതിയിട്ട് വേരിയസ് ലാസ്റ്റ് ഗ്രേഡിന്റെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഈ 90 കിട്ടുന്നവൻ ഏതിൽ ഉടക്കി നിൽക്കും? ഒരു 65-70 ഉടക്കി നിൽക്കും, ഇല്ലേ? ആ പരീക്ഷയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതായത് വേരിയസ് ലാസ്റ്റ് ഗ്രേഡിന് നടക്കുന്ന ഒരു പരീക്ഷ റേഞ്ച് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്. അത് 7ാം ക്ലാസ് യോഗ്യതയിൽ നടക്കുന്ന പരീക്ഷയാണ്, പക്ഷേ അത്യാവശ്യം സ്റ്റാൻഡേർഡ് പരീക്ഷയാണ്. നിങ്ങൾ 2018 ജനുവരിയിലൊക്കെ നടന്ന വേരിയസ് ലാസ്റ്റ് ഗ്രേഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്ക്. അതിൽ നമ്മൾ ഒരു 70 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായിരിക്കും, 70 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടതായിരിക്കും. ഒരു 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നേ വരെ കണ്ടു കണ്ടില്ല എന്നാൽ ഉത്തരം അറിയൂല എന്നുള്ള ആ ഒരു ലെവലിലുള്ള ചോദ്യങ്ങളും ആയിരിക്കും. അപ്പോൾ ആ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഫുള്ളായിട്ട് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് പോലെ കംപ്ലീറ്റ് സിമ്പിൾ ആയിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. കാരണം അങ്ങനെ പരീക്ഷ നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ 93 94 ഒക്കെ എന്ത് ചെയ്യും, കട്ട് ഓഫ് കയറി വരും. അപ്പൊ എന്ത് വേണം, ആരും കാണാത്ത 10 15 ചോദ്യങ്ങൾ വേണം. ആരും കാണാത്ത 10 15 ചോദ്യങ്ങൾ വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കട്ട് ഓഫ് താഴുള്ളൂ. അപ്പൊ ആ ലെവലിലുള്ള പരീക്ഷ തന്നെ പ്രതീക്ഷിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, പോയാൽ മതി. ഒരു 10 15 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എന്നുള്ള ലെവലിൽ എന്ത് ചെയ്താൽ മതി, ഓർത്തിട്ട് പോയാൽ മതി. അല്ലാതെ ഫുൾ സിമ്പിൾ ആയിരിക്കും എന്ന് ഓർത്തിട്ട് എന്ത് ചെയ്യണ്ട, പോകണ്ട. ഇനിയോ കുറെ ആളുകൾക്കുള്ള പ്രശ്നമാണ് എന്ത്, കുറെ ആളുകൾ ചോദിച്ചു, ഇനിയിപ്പോ അടുത്തൊരു സംശയം നമുക്ക് നോക്കാം. ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണോ, കൂടുതൽ പ്രാധാന്യം കൊടുക്കണം? അത് നമ്മൾ ആൾറെഡി പറഞ്ഞു, ഔട്ട് ഓഫ് സിലബസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഇതൊരു എലിമിനേഷൻ റൗണ്ട് മാത്രമാണ് എല്ലാ ജില്ലകളിലും. ഇനി കൂടുതൽ ആളുകളുടെ വേറൊരു സംശയമാണ്, 14 ജില്ലയിലും 4 ഘട്ടത്തിലും പരീക്ഷ നടത്തുന്നുണ്ടല്ലോ, അപ്പോൾ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത്, ജില്ലക്ക് എങ്ങനെയാണ് കട്ട് ഓഫ് തീരുമാനിക്കുക എന്നുള്ളത്. അവിടെ മിക്കവാറും ഒരു ചാൻസ് എന്ന് പറയുന്നത്, നമ്മള് ഈ 14 ജില്ലകളിലെ ആളുകളും 4 ഘട്ടത്തിലും പരീക്ഷ എഴുതുന്നുണ്ടല്ലോ. അങ്ങനെയാവുമ്പോ ഒരു ജില്ലയിൽ തന്നെ 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ പരീക്ഷ എഴുതിയ ആളുകൾ ഉണ്ടാവും. ഒരു ജില്ലയിൽ തന്നെ 4 ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയ ആളുകൾ ഉണ്ടാവും. അപ്പോ തസ്തികകൾക്ക് സെപ്പറേറ്റ് കട്ട് ഓഫ് ഉണ്ടാവും. ഓരോരോ തസ്തികകൾക്ക് LGSന് വേറെ കട്ട് ഓഫ്, LDCക്ക് വേറെ കട്ട് ഓഫ്. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും, തസ്തികകൾക്ക് വേറെ കട്ട് ഓഫ് ഉണ്ടാവും. കാരണം എല്ലാറ്റിനും കൂടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഒന്നിച്ചിടേണ്ട കാര്യം ഇല്ല. അപ്പൊ തസ്തികകൾക്ക് സെപ്പറേറ്റ് കട്ട് ഓഫ് ഉണ്ടാവും. പിന്നൊരു ചാൻസ് LGSനാണെങ്കിൽ 14 ജില്ലക്കും കൂടെ ഒരു കട്ട് ഓഫിനാണ് ചാൻസ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലൈസേഷൻ ചെയ്തിട്ട് ഒറ്റ കട്ട് ഓഫിലേക്കേ മാറ്റാൻ പറ്റുള്ളൂ. മനസ്സിലായോ? LGS എന്നുള്ളത് എല്ലാ ജില്ലയ്ക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഒറ്റ കട്ട് ഓഫ് വെക്കുക. ഇപ്പൊ എന്ത് ചെയ്യുക, 65 കടന്ന എല്ലാവർക്കും LGSന്റെ മെയിൻ എഴുതാം, കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കുള്ള മെയിൻ എഴുതാം എന്നുള്ള ഒരു കട്ട് ഓഫ് വെച്ച് കഴിഞ്ഞാൽ ആ 14 ജില്ലക്കും എന്ത് ചെയ്യാം, നോർമലൈസേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്നിച്ചാക്കിയാൽ മതി.
നോർമലൈസേഷൻ തന്നെയാണ് പറഞ്ഞത്. നോർമലൈസേഷനിലെ എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ. അപ്പൊ സ്റ്റേറ്റ് വൈസ് ഒറ്റ കട്ട് ഓഫ് അതെങ്ങനെയാ, അത് ഈ പറയുന്ന എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡും അതേപോലെ തന്നെ റിസർവേഷനും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കട്ട് ഓഫ് ആയിരിക്കും. ഈ പറയുന്ന 10-20 ലക്ഷം പേരെ ചുരുക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു 50,000 60,000 എന്നുള്ള ലെവലിലേക്ക് താഴ്ത്തി കൊടുക്കാനുള്ള ഒരു പരീക്ഷ എന്നുള്ള ലെവലിൽ കണ്ടാൽ മതി. അപ്പൊ പ്രത്യേകം എന്ത് ചെയ്യും, ഓരോ പോസ്റ്റിന് കട്ട് ഓഫ് ഉണ്ടാവും. പക്ഷെ സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് ഇടാനാണ് ചാൻസ്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരേ ജില്ലയിൽ തന്നെ വ്യത്യസ്ത കട്ട് ഓഫുകൾ ഒരിക്കലും എന്തല്ല, സാധ്യമല്ല. അപ്പൊ അവിടെ നോർമലൈസേഷനിൽ ഒന്നിച്ചൊരു കട്ട് ഓഫിനാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ചാൻസ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ പോസ്റ്റിന് ടൈപ്പിസ്റ്റിന്റെ ആളുകളുടെ എണ്ണം എടുക്കും. ടൈപ്പിസ്റ്റ് എഴുതിയ ടൈപ്പിസ്റ്റിന്റെ അപ്ലിക്കൻസിനെ മൊത്തം എടുക്കും. അവരെ നോക്കിയിട്ടല്ലേ എന്ത് ചെയ്യുള്ളൂ, അവർക്കുള്ള കട്ട് ഓഫ് നിശ്ചയിക്കേണ്ടുള്ളൂ. അല്ലാതെ LDCക്കുള്ള അപ്ലിക്കൻസിനെ ഈ പറയുന്ന ടൈപ്പിസ്റ്റിനെ മിക്സ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓരോ പോസ്റ്റിന് ഓരോരോ കട്ട് ഓഫ് ആയിരിക്കും കേട്ടോ. ഇനി ഒരു ജില്ലയിൽ തന്നെ 4 ഘട്ടമായാണ് എക്സാം നടക്കുന്നത് എന്ന് കേൾക്കുന്നു. അപ്പോൾ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും നിർണ്ണയിക്കുക? ഇതാണ് നമ്മൾ ആൾറെഡി എന്ത് ചെയ്തത്, ആൾറെഡി പറഞ്ഞു. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്ത് ചെയ്തിട്ടുള്ളത്. പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണ്ട, പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് നമ്മൾ വേക്കൻസി നോക്കേണ്ട കാര്യമില്ല. വേക്കൻസി മെയിൻ എക്സാമിനല്ലേ, വേക്കൻസി എന്ന് പറയുന്നത് മെയിൻ എക്സാമിനല്ലേ. ഇതൊരു എലിമിനേഷൻ റൗണ്ട് മാത്രമല്ലേ. അതുകൊണ്ട് ഇതില് ആ ഘട്ടം കടക്കണം എന്നുള്ള ലെവലിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി ഓരോ പോസ്റ്റുകൾക്കും അനുസരിച്ച് വേറെ വേറെ കട്ട് ഓഫ് ഉണ്ടാകുമോ, അത് നമ്മൾ പറഞ്ഞു. ഓരോ പോസ്റ്റിനനുസരിച്ചിട്ട് വേറെ വേറെ കട്ട് ഓഫ് ഉണ്ടാകും. LDCക്ക് സ്റ്റേറ്റ് വൈസ് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒറ്റ കട്ട് ഓഫ് ആയിരിക്കും മിക്കവാറും എന്ത് ചെയ്യുന്നത്, ഈ നോർമലൈസേഷനിൽ ചെയ്യുന്നത്. ഇത് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന് 3 ജില്ലകൾക്ക് ഒരു പരീക്ഷ, പിന്നെ വേറെ 4 ജില്ലകൾക്ക് വേറൊരു പരീക്ഷ, അങ്ങനെ വീണ്ടും 3 ജില്ലകൾക്ക് വേറൊരു പരീക്ഷ. ഇങ്ങനെ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 4 പരീക്ഷ നടത്തിയിട്ട് എന്ത് ചെയ്തു, കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് ഏകീകരിപ്പിച്ചിട്ട് എന്ത് ചെയ്തു, 93 പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കട്ട് ഓഫ് വന്നായിരുന്നു അല്ലെ. അതിന് തൊട്ട് മുന്നേ ഇതേപോലെ ഏകീകരിച്ചപ്പോൾ 92.33 എന്ന് പറഞ്ഞിട്ട് ഒരു കട്ട് ഓഫ് ഇട്ടിട്ടുണ്ടായിരുന്നു. നടന്നത് 4 പരീക്ഷ, എന്നിട്ട് ഏകീകരിപ്പിച്ചിട്ട് എന്താക്കി, ഒറ്റ കട്ട് ഓഫ് ആക്കി. സ്റ്റേറ്റ് വൈസ് ഒറ്റ കട്ട് ഓഫ്, നോർമലൈസേഷൻ കേട്ടോ. അത് ഓരോ ക്വസ്റ്റ്യന്റെ റേഞ്ച് ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ആക്കിയത്. ഓരോ ക്വസ്റ്റ്യന്റെ ടൈറ്റ്നെസ് എത്ര ഉണ്ട്, സിംപ്ലിസിറ്റി എത്ര ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ആണ് എന്ത് ചെയ്തത്, അവിടെ നോർമലൈസേഷൻ ചെയ്തത്. അത് പ്രോസസ്സ് വേറെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇനി 2 ഹാൾ ടിക്കറ്റ് കാണിക്കുന്നു. ചില ആളുകൾക്ക് 5 ഹാൾ ടിക്കറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് 5 ഹാൾ ടിക്കറ്റിൽ ഒരേ രജിസ്റ്റർ നമ്പർ, ഒരേ പരീക്ഷാ ഹാൾ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. വ്യത്യസ്തമാണെങ്കിലേ പ്രശ്നമുള്ളൂ. 5 ഹാൾ ടിക്കറ്റുള്ള ആള് 5ഉം പ്രിന്റ് ഔട്ട് എടുക്കണം. 5ഉം പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഒരേ സ്കൂളിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, എക്സാം എഴുതാൻ പോകേണ്ടത്. മുമ്പാണെങ്കിൽ ഒരേ ഹാൾ ടിക്കറ്റിൽ തന്നെ കാറ്റഗറി നമ്പർ കൊടുക്കായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ഹാൾ ടിക്കറ്റ് ആയി. അപ്പോ 5 ഹാൾ ടിക്കറ്റ് ഉള്ളവരും 4 ഹാൾ ടിക്കറ്റ് ഉള്ളവരും 1 ഹാൾ ടിക്കറ്റ് ഉള്ളവരും, ചിലർക്ക് ഒന്നേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഒന്നിനെ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ചിലർക്ക് LGS ഉണ്ടാവും, LDC ഉണ്ടാവും, LD ടൈപ്പിസ്റ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ എല്ലാറ്റിനും കൂടെ ഒറ്റ പ്രിലിംസ് ആണ്. പക്ഷെ നിങ്ങളെ പരിഗണിക്കുന്നത് ഈ 4 പോസ്റ്റിലേക്ക് പരിഗണിക്കും കേട്ടോ. നിങ്ങളെ 4 പോസ്റ്റിലേക്ക് എന്ത് ചെയ്യും, പരിഗണിക്കും. 150 പോസ്റ്റിലേക്കല്ലേ ഒറ്റ പരീക്ഷ നടക്കുന്നേ. അതില് 5 എണ്ണം ഉള്ളവരുണ്ട്, 4 എണ്ണം ഉള്ളവരുണ്ട്, 3 എണ്ണം ഉള്ളവരുണ്ട്, 6 എണ്ണം ഉള്ളവരുണ്ട്, ചിലപ്പോൾ 10 എണ്ണം ഉള്ളവരുണ്ടാവും കേട്ടോ. അപ്പൊ ഒറ്റ പരീക്ഷ നിങ്ങളെ ഈ പ്രിലിംസ് എന്ത് ചെയ്യപ്പെടുന്നു, നിങ്ങളെ ഇത്രയും പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നു. ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് കുറഞ്ഞു പോയി എന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അത്ര എണ്ണേ അപേക്ഷിച്ചിട്ടുള്ളൂ, അത്ര എന്ത് ചെയ്തിട്ടുള്ളൂ, കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോ കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് ഇനി കാര്യമില്ലല്ലോ കേട്ടോ. എല്ലാം ഒന്നിച്ചാണ് മുമ്പ് തന്നിരുന്നത്. ഇന്ന് പറയുന്നുണ്ട് ഓരോരുത്തരും 4ഉം 5ഉം ഹാൾ ടിക്കറ്റ് ഒക്കെ കിട്ടി എന്ന് പറയുന്നത്. ഒന്നായിട്ട് കിട്ടുകയാണെങ്കിൽ അത് മതി കേട്ടോ. ഒന്നായിട്ട് കിട്ടുകയാണെങ്കിൽ അതിലിങ്ങനെ താഴെ കൊടുത്തിട്ടുണ്ടാവും കാറ്റഗറി നമ്പർ, ഫോട്ടോ ചിലപ്പോൾ 5 എണ്ണം ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഒന്നിൽ തന്നെ എല്ലാം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഒരുമിച്ച് ഒന്നിൽ തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണ് മുമ്പ് കൊടുത്തിരുന്നത്. ഇപ്പൊ ഇന്ന് രാവിലെ ഓരോരുത്തർ അയച്ചപ്പോൾ പറഞ്ഞു 5 എണ്ണവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് തീരുമാനമായല്ലോ.
എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ. നിങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും പരിഗണിക്കും എന്നുള്ളതേ ഉള്ളൂ. അതിനെന്ത് ചെയ്യണ്ട, നിങ്ങൾ സെപ്പറേറ്റ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരെണ്ണം എടുത്താൽ മതി. എല്ലാം അതിൽ തന്നെ ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. എല്ലാ കാറ്റഗറി നമ്പറും അതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. അതല്ല ഓരോന്നിലും വേറെ തന്നെ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാം എന്ത് ചെയ്യണം, സെപ്പറേറ്റ് പ്രിന്റ് ഔട്ട് എടുക്കണം. ഓക്കെ. എനിക്ക് ഹാൾ ടിക്കറ്റ് വന്നിട്ടില്ല, എന്ത് ചെയ്യും? അത് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഈ 25% ഉൾപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോ ഇത് ഹാൾ ടിക്കറ്റ് വരാത്തവർക്കുള്ള ടെൻഷൻ എന്താണെന്നറിയോ? ഇനി എന്റെ കൺഫർമേഷൻ സ്വീകരിച്ചില്ലേ, എന്റെ അപ്ലിക്കേഷൻ ഡിലീറ്റ് ആയി പോയോ, അതോ PSC എന്നെ തള്ളിയോ, എന്നെ PSC റിജക്ട് ചെയ്തോ, പിന്നെ മുമ്പ് പരീക്ഷ എഴുതാത്ത ഒരാളാണെങ്കിൽ അയാൾക്കുള്ള ടെൻഷൻ, ഇനി എന്നെ ബ്ലോക്ക് ചെയ്തതാണോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ആ 25% എന്ത് ചെയ്തിട്ടേ ഉള്ളൂ, നിങ്ങൾ പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ പുറത്ത് വെറുതെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്കുള്ളത് വരുന്നേ ഉള്ളൂ, നിങ്ങൾക്കുള്ളത് വരുന്നേ ഉള്ളൂ. ഇനിയോ ടെൻഷൻ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ പറയുന്ന 20-ാം തീയതി പരീക്ഷ എഴുതുന്നവനും 25-ാം തീയതി പരീക്ഷ എഴുതുന്നവനും ഹാൾ ടിക്കറ്റ് കിട്ടാത്തവനും ഹാൾ ടിക്കറ്റ് കിട്ടിയവനും എല്ലാരും കൂടെ ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിച്ചോണ്ടിരിക്കുക. എന്തിനാണ് കത്തിക്കുന്നത്? ഞാൻ എന്തൊക്കെയോ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ഒന്നും അറിയില്ല എന്നുള്ള ആ ഒരു തോന്നൽ, അത് നിങ്ങളുടെ മനസ്സിന്റെ എളിമ കൊണ്ടാണ്, വേറൊന്നുമല്ല. ഇത്രയും കാര്യങ്ങളും ഇത്രയും വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇപ്പോഴും ഒന്നും അറിയില്ല എന്നുള്ള ആ ഒരു എളിമയുണ്ടല്ലോ, അതാണ്, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. പിന്നെയോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാട് കയറി അങ്ങോട്ടേക്ക് കയറി പഠിച്ചതാ. പക്ഷെ നമ്മൾ ഇനിയുള്ള 10 ദിവസമെങ്കിലും നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പിച്ച് 10 ദിവസം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ഇങ്ങനെ മറ്റേ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോട്ട് ഉണ്ടാക്കി എഴുതിയ കാര്യങ്ങൾ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഒരു 10 തവണയെങ്കിലും 20-ാം തീയതിക്ക് മുമ്പ് വായിക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 10 തവണയെങ്കിലും നിങ്ങൾ ഓടിച്ച് വായിക്കുക. പിന്നെ ഏത് മാക്സിമം ഒഴിവാക്കുക, കറണ്ട് അഫേഴ്സ് അല്ലാത്ത കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് ഒഴിവാക്കുക. കറണ്ട് അഫേഴ്സ് ഇപ്പൊ എന്തായാലും നമ്മൾ ഈ ലാസ്റ്റ് 10 ദിവസം അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. കറണ്ട് അഫേഴ്സ് അല്ലാത്ത കാര്യങ്ങൾ ഇനി പുതുതായിട്ട് പഠിക്കുന്നത് എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കുക. കാരണം ഇനി നിങ്ങൾ പഠിക്കുന്ന ബാക്കി GK-യിലെ പോർഷൻസ്, ഈ പറയുന്ന ബാക്കി GK-യിലെ പോർഷൻസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്ലാഷ് ആവുകയേ ചെയ്യുള്ളൂ കേട്ടോ. കറണ്ട് അഫേഴ്സ് ഞാൻ പറഞ്ഞു എന്ത്, 2019 ജൂൺ ജൂലൈ മുതൽ 2020 നവംബർ വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഓർക്കണം. ഇനിയോ ഇതിന്റെ കൂടെ ടെൻഷന്റെ കൂടെ കുറെ ആളുകൾക്കുള്ള പ്രശ്നമാണ്, പഠിച്ചതൊക്കെ മറന്നു, ഡേറ്റ് വന്നപ്പോൾ ഒന്നും ഓർമ്മയില്ല, ആകെ ഇന്ന് പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് ആകെ ഓർമ്മ, വേറെ ഒന്നും ഓർമ്മയില്ല എന്നുള്ളത്. നിങ്ങൾ വേറെ ഉള്ള കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല. നിങ്ങൾ നോർമലി നമ്മൾ PSCക്ക് ഇറങ്ങുന്ന ആളുകൾ എന്ന് പറയുന്നത് നമുക്കൊരു ജോലി വേണം എന്നുള്ള ഗതികേട് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ PSCയിലേക്ക് ഇറങ്ങുന്നത്. അല്ലാതെ നമ്മൾ പാരമ്പര്യമായിട്ട് ഇഷ്ടം പോലെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ തറവാടൊക്കെ അത്രയും ആ ഒരു ലെവലിൽ നിന്നിട്ടൊന്നും അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ PSCക്ക് ഇറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സങ്കടങ്ങൾ ഓടുന്നുണ്ട്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഓടുന്നുണ്ട്, അച്ഛനും അമ്മയും ഓടുന്നുണ്ട്, മക്കൾ ഓടുന്നുണ്ട്, ഭർത്താവ് ഓടുന്നുണ്ട്, എല്ലാവരും ഓടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലില് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പഠിക്കുന്ന കാര്യത്തിൽ 100% ഇങ്ങോട്ടേക്ക് കയറൂല, 100% എന്ത് ചെയ്യൂല, ഇങ്ങോട്ടേക്ക് കയറൂല. നമ്മുടെ സങ്കടങ്ങൾ പാതി അങ്ങനെ ഓടുന്നുണ്ടാവും. നമ്മൾ ഒരു ദിവസം പഠിക്കുന്നതിൽ ഒരു 30 മുതൽ 40% വരെ എങ്ങോട്ടേക്ക് കയറിയിരിക്കുള്ളൂ, മനസ്സിലേക്ക് കയറിയിരിക്കുള്ളൂ. ഇത് ഓരോരുത്തരിലും എന്ത് ചെയ്യും, ഓരോരുത്തരിലും ഇത് വ്യത്യാസപ്പെടും. കൂടുതൽ സങ്കടങ്ങളും കൂടുതൽ പ്രതിസന്ധിയും കൂടുതൽ സമ്മർദ്ദങ്ങളും ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ 10% കയറുള്ളൂ, ചിലർക്ക് 50% കയറും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വളരെ ഹാപ്പി ആയിട്ടൊക്കെ പഠിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും, അവർക്കൊക്കെ മുഴുവനായിട്ട് കയറുമല്ലോ എന്നുള്ള ഒരു ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതൊരിക്കലും ഇല്ല. ഒരു മനസ്സിന് പൂർണ്ണമായിട്ട് സന്തോഷമുള്ള ഒരാള് ഒരിക്കലും ഒരു PSCയുടെ പുസ്തകം എടുത്തിട്ട് എന്ത് ചെയ്യൂല, ആ സന്തോഷം കളയാൻ മനക്കെടൂല എന്നുള്ളതാണ് സത്യം.
കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. സന്തോഷമുള്ള ആൾക്ക് മുഴുവനായിട്ട് കയറുന്നുണ്ടാവുമല്ലോ, എനിക്ക് സങ്കടവും ദുഃഖമൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് കയറാത്തത്. ഒരിക്കലും എന്ത് ചെയ്യൂല, മനസ്സിന് പൂർണ്ണമായിട്ട് സന്തോഷമുള്ള ഒരാൾ ഒരിക്കലും ഒരു റാങ്ക് ഫയൽ എടുക്കാനോ ഒരു പുസ്തകം എടുക്കാനോ എന്നിട്ട് ആ ഉള്ള സന്തോഷം കളയാൻ ഒരിക്കലും എന്ത് ചെയ്യൂല, പൂർണ്ണ മനസ്സോടുകൂടെ തയ്യാറാവൂല. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ചെറിയ മനസ്സുഖം അല്ലെ, അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ചെറിയ മനസ്സുഖമാണ്. അത് റിയാലിറ്റിയാണ്, അത് റിയാലിറ്റിയാണ്. ഒരിക്കലും ഭയങ്കര സന്തോഷമുള്ള ഒരാള് ഞാൻ പോയിട്ട് 4 PSC ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ട് വരാമെന്ന് ഒരിക്കലും എന്ത് ചെയ്യൂല, ഒരിക്കലും പറയൂല. അപ്പൊ ആരെ ഇറങ്ങുള്ളൂ, ഈ പറയുന്ന ടെൻഷനുള്ള ആളുകളും ഈ പറയുന്ന പ്രതിസന്ധിയുള്ള ആളുകളും ഒക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, PSCക്ക് ഇറങ്ങുന്നത്. പിന്നെ പ്രതിസന്ധിയുടെ തോത് എത്രത്തോളം ഉണ്ട്, അതേപോലെ തന്നെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള ആ ലെവലിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഗ്രഹമുള്ളവരുണ്ട്, ആവശ്യമുള്ളവരുണ്ട്, അത്യാവശ്യമുള്ളവരുണ്ട്, അതുക്കും മേലെയുള്ളവരുണ്ട്. ഈ വിഭാഗത്തിൽ നമ്മൾ ഏതാണോ ഇതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡിൽ പ്രതിസന്ധി ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, കാര്യങ്ങൾ ഓർക്കാനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങൾ മറക്കാനുള്ള കപ്പാസിറ്റിയും അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും. മറവിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മറവിയില്ലാത്ത ആരുമില്ല. മറവി എന്ന് പറയുന്ന ഒന്നില്ലാത്ത ഒരാളും ഇല്ല. നമ്മൾ പറയും ചിലപ്പോ എന്ത്, ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ എന്റെ കൂടെയുള്ള അവളുണ്ടല്ലോ അല്ലെങ്കിൽ അവനുണ്ടല്ലോ, അവന് ഒറ്റ വായന വായിച്ചാൽ തന്നെ എല്ലാം മൈൻഡിൽ ഫീഡ് ചെയ്ത് വെച്ച പോലെയാണ്. അതൊക്കെ നമുക്ക് പറയാം എന്നല്ലാതെ അവിടെ നോർമലി എന്ത് ചെയ്യൂല, ഒരാളെ കൊണ്ടും നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മുഴുവനായിട്ട് ഓർത്ത് വെക്കുന്ന ഒരാളും ഇല്ല. മറവി എന്ന് പറയുന്നത് ചില സമയത്തൊക്കെ എന്താണ്, ചില സമയത്ത് അനുഗ്രഹമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചതൊക്കെ കൂടെ അങ്ങ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഒരു 1881 ഓർക്കുമ്പോ തന്നെ നിങ്ങളുടെ കൂടെ 82ഉം 83ഉം 80ഉം 84ഉം ഒക്കെ ഇറങ്ങി വരികയാണെങ്കിൽ ആലോചിച്ച് നോക്ക്, ആകെ കൂടെ കൺഫ്യൂഷൻ ആയി പോവില്ലേ. അപ്പൊ മറവി എന്താണ്, ചില സമയത്തൊക്കെ അനുഗ്രഹമാണ് എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യുക, ആലോചിക്കുക. അപ്പൊ അടുത്തൊരു സംശയത്തിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത്, ടെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു 20-ാം തീയതി എക്സാം എഴുതാനുള്ള ആദ്യ അറ്റംപ്റ്റ് എനിക്ക് തന്നെ കിട്ടിയല്ലോ എന്നെന്ത് ചെയ്യുക, സന്തോഷിക്കുക. കുറെ കാലമായി ഞാൻ ഇത് എന്ത് ചെയ്യുന്നു, ഒന്ന് ഇറക്കി വെക്കണം എന്നുള്ള ഒരു ലെവലിൽ നടക്കുന്നു. എനിക്ക് ഇറക്കി വെക്കാനുള്ള ആദ്യത്തെ അവസരം കിട്ടി. ബാക്കിയൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. ബാക്കി അടുത്ത ഘട്ടക്കാരോ ആരെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ചിന്തിക്കേ വേണ്ട. കാരണം നമ്മുടെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു 20 ദിവസം കൂടുതൽ കിട്ടിയോ നമ്മൾ ഉഴപ്പും, 10 ദിവസം മുന്നിലാണോ നമ്മൾ പഠിക്കും. അതാണ് നമ്മുടെ ഒരു നോർമൽ മെന്റാലിറ്റി എന്ന് പറയുന്നത്. 20 ദിവസം കൂടുതൽ കിട്ടുന്നവൻ എന്ത് ചെയ്യും, അവന്റെ എല്ലാവിധ മെന്റാലിറ്റിയിലും ആ 20 ദിവസത്തിന്റെ ഉഴപ്പൽ ഇങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ട് 10 ദിവസം മുന്നിലുള്ളവൻ ആഞ്ഞു പിടിച്ച് എന്ത് ചെയ്തോളുക, പഠിച്ചോളുക. ഈ ബാക്കിയുള്ളവരെന്ത് ചെയ്തോളുക, ബാക്കിയുള്ളവര് എനിക്കും 20-ാം തീയതി പരീക്ഷയാണ് എന്നുള്ള ലെവലിൽ തന്നെ പഠിച്ചോളുക. ഈ 20-ാം തീയതി പരീക്ഷ എഴുതുന്നവരുടെ കൂടെ എന്ത് ചെയ്തോണം, 2 മണിക്ക് ഒരു പരീക്ഷ എഴുതി 3:15 ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ട് ആവുമ്പോൾ പരീക്ഷയായിട്ട് ഇരുന്ന് എഴുതിക്കോണം. ആ ലെവലിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്, എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ടെൻഷൻ ഉണ്ട്. ഇപ്പൊ ബാക്കിയുള്ളവർക്ക്, നിങ്ങൾ ബാക്കിയുള്ളവരോടൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് ഡേറ്റ് വരാത്തവര് എന്താ സമാധാനിക്കുന്നത്, ഹൗ എന്റെ പേര് ആദ്യത്തെ ഇതിലില്ല, അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യണ്ട, ഇത്രയും ഗതികെട്ട് ചത്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി ലേശം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. കാരണം ഇന്നത്തെ ഒരു ദിവസം ഇനി എന്ത് ചെയ്യണ്ട, പഠിക്കേണ്ട കാര്യമില്ല. ഇന്ന് ഭൂരിഭാഗം ആളുകളും തീരുമാനിച്ചതാ, ഇനി ഞാൻ പഠിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, എന്റെ പേര് ആദ്യത്തേലില്ല, പിന്നെ ഇനി ഏതിലാ ചാൻസ്, അവസാനത്തേലാണ് ചാൻസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ദിവസം തന്നെ ഉഴപ്പിയവരാണ് ഇന്ന് ഹാൾ ടിക്കറ്റ് കിട്ടാത്തതിൽ ഭൂരിഭാഗം ആളുകൾ. അപ്പൊ അതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ചിന്തിക്കുന്നത് ആ ലെവലിലാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം കിട്ടിയവർ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ഇനിയുള്ള 10 ദിവസം എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയ കാര്യങ്ങളെല്ലാം നേരാവണ്ണം പഠിക്കുക എന്നുള്ളത്. ഇനി അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവരുത്, എക്സാം ഹാളിൽ നിന്ന് ഒരു ചോദ്യം വായിച്ചിട്ട് ഇതിന്റെ ഉത്തരം ആ പുറത്തിരിക്കുന്ന നോട്ട് ബുക്കിൽ ഉണ്ട് എന്ന് പറയേണ്ട ഒരു ഗതികേട് നമ്മുടെ മനസ്സിന് വരുത്താതിരിക്കുക. അതിനാണ് ഇനി നിങ്ങളുടെ മുന്നിൽ 9 ദിവസം. നമ്മൾ പരീക്ഷ ഹാളിൽ നിന്ന് പലപ്പോഴും ഉണ്ടല്ലോ, നമുക്കൊരു മെന്റാലിറ്റിയാണ്, എന്തോ ഒരു ചോദ്യം വായിക്കുമ്പോൾ അയ്യോ ഇതിന്റെ ഉത്തരം ആ പുറത്തിരിക്കുന്ന നോട്ട് പുസ്തകത്തിലുണ്ട്, പോകാൻ പറ്റുമെന്നാവോ, ഒന്ന് പുറത്തു പോയിട്ട് വരാൻ പറ്റുമെന്നാവോ, എന്റെ ID കാർഡ് മറന്നു വെച്ചു, എന്തെങ്കിലും പറഞ്ഞാലോ നമുക്ക് തോന്നും. പക്ഷേ അവിടെ നമ്മുടെ റിവിഷൻ അടിക്കാത്തത് കൊണ്ടുള്ള ഒരേ ഒരു കുറവ് കൊണ്ടാണ് ആ ഒരു ചിന്താഗതി എന്ത് ചെയ്യുന്നത്, മനസ്സിൽ വരുന്നത്. അപ്പൊ ഇനി എന്തിനു സമയമില്ല, ഇനി നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനോ പുതിയ പുസ്തകം നോക്കാനോ അല്ലെങ്കിൽ പുതുതായിട്ട് ഫാക്ട് എഴുതാനോ കറണ്ട് അഫേഴ്സ് ഒഴികെ സമയമില്ല. കറണ്ട് അഫേഴ്സ് ഒഴികെ
നിങ്ങൾക്ക് അതിനൊന്നും സമയമില്ല. കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 10 ദിവസവും അപ്ഡേറ്റ് ചെയ്തെങ്കിൽ അവിടെ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഓർമ്മയിലുണ്ടാവും കേട്ടോ. അപ്പൊ ആ ഒരു ലെവലിൽ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അടുത്ത ചോദ്യം, എക്സാമിന് പാലിക്കേണ്ട കോവിഡ് മാനദണ്ഡങ്ങൾ. കോവിഡ് മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, മാസ്ക് ധരിച്ചിരിക്കണം, പിന്നെയോ ഈ പറയുന്ന സാനിറ്റൈസർ അടിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് ക്ലാസ്സിലേക്ക് കയറാൻ എന്ന് വിചാരിച്ചിട്ട് ഇനി ഓരോരുത്തരും എന്ത് ചെയ്യണ്ട, ഓരോരുത്തരും ഓരോ സാനിറ്റൈസറിന്റെ കുപ്പിയൊന്നും വാങ്ങിയിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു ക്ലാസ് റൂമിൽ ഒരു സാനിറ്റൈസർ ഒക്കെ ഉണ്ടായി എല്ലാവരും അടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, കയറിയാൽ മതി. LPUP-യുടെ പരീക്ഷയ്ക്കായിരുന്നു എല്ലാവരുടെ വെള്ളക്കുപ്പിക്ക് പകരം ഏതായിരുന്നു, സാനിറ്റൈസർ ആയിരുന്നു. ആ ഒരു LPUP പരീക്ഷ ആണെന്ന് ഈ പറയുന്ന സാനിറ്റൈസറിന് ഭയങ്കര ചെലവായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത്രയൊന്നും ആവശ്യമില്ല. നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ സാനിറ്റൈസർ അടിച്ചിരിക്കണം, പിന്നെ ഈ പറയുന്ന മാസ്ക് ധരിച്ചിരിക്കണം എന്നുള്ളത്. പിന്നെ LPUP-ക്ക് ഓരോരുത്തർ ഗ്ലൗസ് ഒക്കെ വാങ്ങിയിട്ടായിരുന്നു പോയിരുന്നത്. ഗ്ലൗസിന്റെ ആവശ്യമൊന്നുമില്ല. ഗ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ബബിളൊന്നും കറുപ്പിക്കാൻ പറ്റൂല. ബബിള് നിങ്ങൾ കറുപ്പിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ പോകും, ആകെ വഴുതിയിട്ട്. പേന പിടിച്ചിട്ട് നിൽക്കണ്ടേ ഗ്ലൗസിൽ കേട്ടോ. അപ്പൊ അതുകൊണ്ട് വെറുതെ ആ പൊട്ടപ്പണിക്കൊന്നും നിൽക്കണ്ടേ. ഇത്രയും കാലമായിട്ട് കോവിഡും ഈ ക്വാറന്റൈനും ഒക്കെ ആയിട്ട് ഇരുന്ന് പഠിച്ചിട്ട് ഒരു ഗ്ലൗസും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് ബബിള് ചെയ്തത് എന്ത് ചെയ്തു, ആ അങ്ങോട്ട് പോയി എന്നുള്ള ഒരു ലെവലായി കഴിഞ്ഞാൽ എല്ലാം കൂടെ പോയ പോലെയാവും. അപ്പോ ഓവറായിട്ട് എന്ത് ചെയ്യണ്ട, അത്ര വലിയ ശുഷ്കാന്തി ഒന്നും കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇതൊരു ജോലി കിട്ടാനുള്ള പരീക്ഷയാണ്, അവനവന്റെ ഭാവി ജീവിതമാണ് എന്നുള്ള ബോധം നന്നായിട്ടുണ്ടാവുക. നെക്സ്റ്റ്, ഞാൻ തൃശ്ശൂരാണ് അപ്ലൈ ചെയ്ത്, ഹാൾ ടിക്കറ്റ് വന്നിട്ടില്ല, പക്ഷെ തൃശ്ശൂർ സെന്റർ ഉള്ള ചില കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആൾറെഡി പറഞ്ഞു നേരത്തെ. ഇതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരാൾ സംശയം ചോദിച്ചാണ്, എന്റെ ഭർത്താവിന് ഹാൾ ടിക്കറ്റ് വന്നു പക്ഷെ എനിക്ക് വന്നില്ല, എന്റേത് റിജക്ട് ചെയ്തോ എന്നുള്ളത്. അപ്പോ അവിടെ എന്തേ ഉള്ളൂ, ആ 25% ഭർത്താവ് പെട്ടു, ഭാര്യ പെട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവിടെ റിജക്ട് ചെയ്തിട്ടില്ല, ഒന്നുമില്ല കേട്ടോ. നെക്സ്റ്റ്, കൺഫർമേഷൻ കൊടുത്ത് എക്സാം എഴുതിയില്ലെങ്കിൽ പ്രോബ്ലം ആവുമോ? ആവും. എന്റെ കുട്ടിക്ക് 3 മാസമേ ആയിട്ടുള്ളൂ, മറുപടി പ്രതീക്ഷിക്കുന്നു. കൺഫർമേഷൻ കൊടുത്തിട്ട് എക്സാം എഴുതാൻ പറ്റാത്ത ആളുകൾ, അതേത് ആളുകളായിക്കോട്ടെ, ഇന്ന് എക്സാം ആണെങ്കിൽ, അതായത് 20-ാം തീയതി എക്സാം ആണെങ്കിൽ 21-ാം തീയതി ഹാൾ ടിക്കറ്റിന്റെ കോപ്പിയും വെച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എക്സാം എഴുതാൻ കഴിയാത്തത് എന്നുള്ളത് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ജോയിന്റ് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ എന്നുള്ള ആ അഡ്രസ്സിൽ എന്ത് ചെയ്യുക, അതിന്റെ ഒരു ചെറിയൊരു ഫോർമാറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം ആർക്കാണ് അയക്കേണ്ടത് എന്നുള്ളത്. ഒന്നുകിൽ ജില്ലാ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ എന്ത് ചെയ്യാം, ഇത് അയച്ചു കൊടുക്കാം. അങ്ങനെ അയച്ചു കൊടുത്തിട്ട് അത് ബോധ്യപ്പെട്ട കാരണമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യൂല, ബ്ലോക്ക് ചെയ്യൂല എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അഥവാ ബ്ലോക്ക് ചെയ്താലും നമുക്ക് കോടതി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് അങ്ങനെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, പോസ്റ്റലാണ് അയക്കേണ്ടത്, മെയിലൊന്നും അല്ല കേട്ടോ. നിങ്ങൾ വെറുതെ PSCക്ക് മെയിൽ അയച്ചാൽ മതിയോ, മൊബൈൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. മെയിലായിട്ട് നിങ്ങൾ ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുക, നിങ്ങൾ അയച്ചതിന്റെ കോപ്പി, എന്നിട്ട് എന്ത് ചെയ്യുക, രജിസ്റ്റേർഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് അയക്കുകയും ചെയ്യുക. അല്ലാതെ മെയിൽ അയച്ചാൽ മതിയോ, മെസ്സേജ് അയച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ എന്നാൽ പിന്നെ എളുപ്പ പരിപാടിയാണല്ലോ, വീട്ടിൽ ഇരുന്നിട്ട് എന്ത് ചെയ്താൽ മതി, മൊബൈലിൽ നിന്ന് വെറുതെ അങ്ങോട്ട് അയച്ചാൽ മതി. അപ്പൊ വെറുതെ എന്ത് ചെയ്യണ്ട, ബ്ലോക്ക് ആക്കണ്ട കേട്ടോ, വെറുതെ ബ്ലോക്ക് ആക്കണ്ട. പിന്നെയോ, തീരെ എഴുതാൻ നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, എഴുതാതിരിക്കുക. ഇതൊന്നും അത്ര വലിയൊരു 3 മാസം എന്നൊക്കെ പറയുന്നത് ഒരാള് ഹെൽപ്പിന് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലെ. ഒരാൾ കൂടെ ഹെൽപ്പിന് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, മാക്സിമം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ ഈ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടിയാണ് പറഞ്ഞത് കേട്ടോ. ഈ എക്സാമിന്റെ നിലവാരം LGSന്റെ അത്രയും ഉള്ളതെങ്കിൽ, അതായത് പൊതുവെ സിമ്പിൾ ചോദ്യങ്ങളാണെങ്കിൽ കട്ട് ഓഫ് എത്ര മാർക്ക് വരും? കട്ട് ഓഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇപ്പൊ പറയാൻ പറ്റൂല കേട്ടോ. കട്ട് ഓഫ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഏത് തരത്തിൽ എങ്ങനെ എന്നുള്ളത് അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടല്ലേ കട്ട് ഓഫ് ഇടുക. എത്ര പേര് വന്നു എക്സാമിന് എന്നതൊക്കെ അറിഞ്ഞിട്ടല്ലേ കട്ട് ഓഫ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, കട്ട് ഓഫിനെ കുറിച്ചൊന്നും നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, വെറുതെ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. കണ്ണോടിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു നിലവാരം എന്ത് ചെയ്യാൻ പറ്റും, പുറത്തുനിന്നുള്ള നിലവാരം അറിയാൻ പറ്റും കേട്ടോ. PSC പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാലേ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കര സിമ്പിൾ ആണല്ലോ എന്ന് തോന്നും. ആ മെന്റാലിറ്റി എഴുതി കഴിയുമ്പോൾ അങ്ങോട്ട് മാറിക്കിട്ടുകയും ചെയ്യും. എഴുതിയവർക്ക് അറിയാൻ പറ്റും. നോർമലി പുറത്തുനിന്ന് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നും എന്ത് ഭയങ്കര സിമ്പിൾ ആണ് എന്ന് തോന്നും. എന്നിട്ട് ഇതങ്ങ് എഴുതി അറ്റൻഡ് ചെയ്ത് വന്നിട്ട്
അത്ര വലിയ സിമ്പിൾ ഒന്നും ആയിരുന്നില്ല, കൺഫ്യൂഷൻ ആക്കുന്ന കുറെ ചോദ്യം ഉണ്ടായിരുന്നു എന്ന് എപ്പോഴാ മനസ്സിലാവുന്നത്? വീട്ടിൽ വന്ന ആൻസർ കീ നോക്കിയിട്ട് മാർക്ക് കണക്കാക്കി നോക്കുമ്പോഴാ 12 മൈനസും ഉണ്ട്, ബാക്കി 72 ശരിയുണ്ട്. ഈ 12 മൈനസ് ഒന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഇത് എങ്ങനെ വന്നതാ? ഈ ഫസ്റ്റിലത്തെ ഓടിച്ചു നോക്കലിൽ സിമ്പിൾ ആണ് എന്ന് സ്വയം അങ്ങോട്ട് തീരുമാനിച്ചു. ആ സിമ്പിളിന്റെ കുത്തൊഴുക്കിൽ എന്ത് ചെയ്തു? അറിയാണ്ട് 10-12 മൈനസ് വന്നുപോയി. അപ്പോ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഔട്ട്ലുക്ക് കണ്ടിട്ട് നിങ്ങൾ സിമ്പിൾ ആണ് എന്ന് തീരുമാനിക്കരുത്. കാരണം എ ഓപ്ഷന്റെ ട്രാപ്പ്, റിവേഴ്സ് എ ഓപ്ഷന്റെ ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ട്രാപ്പുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഉണ്ടാവാറുണ്ട്. ഈ ട്രാപ്പുകളൊക്കെ കടന്ന് എക്സാം എഴുതിയിട്ട് വേണം. അപ്പൊ എങ്ങനെയാണ് അപ്പോ എക്സാമിന്റെ റേഞ്ച് അറിയുക? എക്സാമിന്റെ റേഞ്ച് സിമ്പിൾ ആണോ ടഫ് ആണോ എന്നുള്ളത് എപ്പോഴാ മനസ്സിലാവുക? 1 മണിക്കൂർ കഴിയുമ്പോൾ മനസ്സിലാവും. 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ എത്ര എണ്ണം ബബിൾ ചെയ്തിട്ടുണ്ട് എന്നെന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കുക. ജസ്റ്റ് എണ്ണി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 65 എണ്ണമാണ് 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ കറുപ്പിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു തീരുമാനമാവും എന്റെ കയ്യിലുള്ള മരുന്ന് തീർന്നു എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാം. അതായത് നിങ്ങൾ 1 മണിക്കൂർ കൊണ്ട് ചോദ്യം വായിച്ച് അങ്ങോട്ടേക്ക് എത്തിക്കഴിയുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ എത്ര എണ്ണമാണോ അതാണ് നിങ്ങളുടെ കയ്യിലുള്ള മരുന്ന്. നിങ്ങൾ പഠിച്ചത് അത്ര എണ്ണമാണ്. അവിടെ നിന്ന് അവസാനത്തെ 15 മിനിറ്റ് കൊണ്ട് 90ലേക്ക് എത്തിക്കുന്ന ആളുകളെ കാണാം, 100ലേക്ക് എത്തിക്കുന്ന ആളുകളെ കാണാം, 75ലേക്ക് എത്തിക്കുന്ന ആളുകളെ കാണാം, 70ലേക്ക് എത്തിക്കുന്ന ആളുകളെയും കാണാം. അല്ലെ? ഇത്രയും വിഭാഗത്തെ കാണാം. അതായത് ഈ അവസാനത്തെ 15 മിനിറ്റ് കൊണ്ട് ചിലർ 100ലേക്ക് എത്തിക്കും. കാരണം ഈ 65ൽ നിന്ന് 100ലേക്ക് ഒരു 1.5 പോക്കാണ്. അതിൽ ഭൂരിഭാഗം നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ റേഞ്ചാണ് ഈ കാണിക്കുന്നത്. ആദ്യത്തെ 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വിവരമുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് എത്രത്തോളം ശരിയുത്തരം ഉണ്ട് എന്നുള്ളതും തീരുമാനിക്കുന്നത് ഈ എണ്ണമാണ്. അതന്നെയാണ് എക്സാമിന്റെ റേഞ്ച് എന്നറിയുന്നതും നിങ്ങളുടെ റേഞ്ച് എന്ന് പറയുന്നതും. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ പിന്നെ നോക്കണം. ഇത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മാക്സിമം കറുപ്പിക്കാവുന്നത്, അതായത് നിങ്ങൾക്ക് കറുപ്പിച്ചേ മതിയാവൂ എന്നുള്ള വാശിയിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര എണ്ണം കറുപ്പിക്കാം? 10 എണ്ണം കറുപ്പിക്കാം. അത് 65 ആളായിട്ടുള്ള ആളാണെങ്കിൽ അത് 75ലേക്ക് എത്തിക്കാം. 85ലുള്ള ആളാണെങ്കിൽ 95ലേക്ക് എത്തിക്കാം. മാക്സിമം എത്ര എണ്ണേ പോകാൻ പാടുള്ളൂ? നിങ്ങളുടെ റേഞ്ചിൽ നിന്ന് +10 എന്ത് ചെയ്യാൻ പാടുള്ളൂ? മുന്നിലേക്ക് പിടിക്കാൻ പാടുള്ളൂ. അല്ലാതെ 65ലുള്ള ആള് 35 എണ്ണമൊക്കെ കറുപ്പിച്ചിട്ട് 100ലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അയാൾ ലാസ്റ്റ് എണ്ണി നോക്കുമ്പോൾ അയാൾക്ക് എത്ര എണ്ണം ഉണ്ടാവും? ഒരു 68 ശരി ഉണ്ടാവും, ബാക്കി 32 തെറ്റും ഉണ്ടാവും. നിങ്ങൾ പരീക്ഷ നോക്ക്. നിങ്ങൾ എത്ര തവണ പരീക്ഷ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ 1 മണിക്കൂറിൽ ഉണ്ടായിരുന്ന മാർക്ക് കൊണ്ട് കളയുന്നത് അവസാനത്തെ 15 മിനിറ്റിലാ. മനസ്സിലായോ? ഇത് ഈ 1 മണിക്കൂർ ആവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സാമിന്റെ റേഞ്ച് എന്താണെന്നും നമ്മുടെ സ്വന്തം റേഞ്ച് എന്താണെന്നും എന്ത് ചെയ്യുന്നത്? അവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന്റെ പരീക്ഷയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ റേഞ്ചിൽ നമ്മൾ പ്രിലിംസിന്റെ പരീക്ഷ എഴുതുമ്പോൾ ആ ഒരു റേഞ്ച് ആണെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ 1 മണിക്കൂർ കഴിയുമ്പോൾ എണ്ണി നോക്കുമ്പോൾ നിങ്ങൾ എത്ര എണ്ണം എത്തിയിട്ടുണ്ടാവും? 80 എണ്ണം എത്തിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്കിന്റെ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് 10 എണ്ണത്തിനുള്ള പരീക്ഷണത്തിനെ നിൽക്കാൻ പറ്റുള്ളൂ, 90ലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ 80 അടിച്ചവൻ 100ലേക്ക് എത്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവനൊരു 84 ശരിയും 16 തെറ്റും ഉണ്ടാവും. ആ ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യരുത്? കൊണ്ട് കളയരുത് കേട്ടോ. ഇനിയിപ്പോ ഞാനിവിടെ 10 എണ്ണം എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ അവസാനം എന്ത് ചെയ്യും? അവസാനം നിങ്ങൾ ചിന്തിക്കുന്നത് അയാൾക്ക് 10 എന്നൊക്കെ പറഞ്ഞാൽ മതി, അയാൾ ജോലിയൊക്കെ കിട്ടിയിരിക്കുന്ന ആളാണ്, ഇത് എന്റെ ജോലിയാണ്, അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ 10 നിങ്ങൾ അവിടെ വെറി കാണിച്ചിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ 20ലേക്ക് എന്തായാലും എത്തിക്കും എന്നുള്ളത് റിയാലിറ്റിയാണ്. അത് വേറെ കാര്യം. അത് ആ സമയത്തുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അവസാനത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ലെവലിലേക്ക് ആക്കി തീർക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്നാലും പിടിച്ചു നിർത്താൻ പറ്റുന്നവർക്ക് പിടിച്ചു നിർത്താനാണ് ഞാൻ എത്ര എണ്ണം പറഞ്ഞത്? 10 എണ്ണം എന്ന് പറഞ്ഞത് കേട്ടോ. ആ 10 എണ്ണം എന്ന് പറഞ്ഞത് പിടിച്ചു നിർത്താൻ പറ്റുന്നവരെന്ത് ചെയ്തോണം? പിടിച്ചു നിർത്താൻ പറ്റുന്നവൻ പിടിച്ചു നിർത്തിക്കോണം. അല്ലാത്തവൻ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോ ആണെങ്കിലും നിങ്ങളുടെ PSC പരീക്ഷ എക്സ്പീരിയൻസ് നോക്ക്. നിങ്ങൾ അവസാനത്തെ 15 മിനിറ്റിലാണ് നിങ്ങൾ പരീക്ഷ കൊണ്ട് കളയാറുള്ളത്. ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അവസാനത്തെ 15 മിനിറ്റ് ആണ് ഞാൻ എന്ത് ചെയ്ത് ഇഞ്ചുറി ടൈമിൽ കത്തിക്കയറി ജോലി അടിച്ചത് എന്ന് ഇന്നേ വരെ എന്ത് ചെയ്തിട്ടില്ല? ആരും പറഞ്ഞിട്ടില്ല.
കാരണം ഉള്ള മരുന്ന് കൊണ്ടുപോയി തീർക്കുന്ന സമയമാണ്. അത് പ്രത്യേകിച്ച് എന്ത് ചെയ്തോണം, അവിടെ ശ്രദ്ധിച്ചോണം. അപ്പൊ കട്ട് ഓഫും കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിച്ച് വെറുതെ എന്ത് ചെയ്യണ്ട, തല പുകയേണ്ട. ആ ഒരു ലെവലിൽ എന്ത് ചെയ്യുക, എക്സാം കാണാം. ഇനി ഓരോ ജില്ലക്കും വേറെ വേറെ കട്ട് ഓഫ് ഉണ്ടാകുമോ, അത് ആൾറെഡി എന്ത് ചെയ്താണ്, ആൾറെഡി പറഞ്ഞതാണ്. ഇങ്ങനെയോ സാർ, ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണുള്ളത്. കേരളത്തിന് പുറത്തുള്ള ഒരാൾ എക്സാം എഴുതുന്നതിന് 7 ദിവസം മുൻപേ നാട്ടിൽ വന്ന് ക്വാറന്റൈൻ പൂർത്തിയാക്കി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ടോ? ഇന്ത്യക്കുള്ളിൽ എവിടെ നിന്ന് വരുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ക്വാറന്റൈനും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ നേരെ വന്നിട്ട് എന്ത് ചെയ്യുക, എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിക്കോ. എന്നാൽ ഇന്ത്യക്ക് പുറത്തുള്ള ആളാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി വരും, ക്വാറന്റൈൻ ഇരിക്കേണ്ടി വരും. പിന്നെയോ അങ്ങനെയുള്ള ആളുകൾ വന്ന ദിവസം തന്നെ PSC ജില്ലാ ഓഫീസുമായിട്ട് എന്ത് ചെയ്യുക, ബന്ധപ്പെട്ട ശേഷം എന്ത് ചെയ്യുക, ഞാൻ ഇങ്ങനെ ക്വാറന്റൈനിലാണ്, എനിക്ക് പരീക്ഷ എഴുതാനുള്ള സംവിധാനം എങ്ങനെയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ചോദിക്കുക കേട്ടോ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ക്വാറന്റൈനിലാണെങ്കിൽ 7 ദിവസമാണ് കണക്ക്. പക്ഷെ ആ 7 ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് ആംബുലൻസിൽ ഈ പറയുന്ന പരീക്ഷയ്ക്ക് പോവാനും അതിനുള്ള സാഹചര്യം ഒരുക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, PSC ഇപ്പോൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ജില്ലാ PSC ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെടുമല്ലോ, ആ സമയത്ത് തന്നെ അവരോടത്തും കൂടെ എന്ത് ചെയ്യണം, എനിക്കിങ്ങനെ PSC പരീക്ഷയുണ്ട്, അപ്പൊ അതിനുള്ള ഒരു സംവിധാനം ചെയ്തു തരണം, അവരോടത്തും കൂടെ പറഞ്ഞ് സ്പീഡപ്പ് ആക്കുക. അല്ലാതെ അവസാനത്തെ ദിവസം ഞാൻ രാവിലെ എണീറ്റിട്ട് എന്ത് ചെയ്യുക, PSC വിളിച്ചിട്ട് അറിയിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഈ 7 ദിവസം മുന്നേ നിങ്ങൾ നാട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും PSC സംവിധാനം ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, PSC പരീക്ഷ എഴുതാനുള്ള സംവിധാനമുണ്ട്. പോസിറ്റീവ് ആണ്, ക്വാറന്റൈൻ ആണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, പരീക്ഷ എഴുതാതിരിക്കരുത്. കാരണം നമ്മുടെ ചില തീരുമാനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും പരീക്ഷ മുന്നിൽ വന്ന് നിന്നിട്ട് കോവിഡ് ടെസ്റ്റ് ചെയ്യേണ്ടവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആന്റിജൻ ടെസ്റ്റ് പോയി ചെയ്തിട്ട് എന്ത് ചെയ്യാം, ചെയ്യേണ്ടവർക്ക് അങ്ങനെ നെഗറ്റീവ് ആണ് എന്ന് കാണിച്ചിട്ട് എന്ത് ചെയ്യാം, എക്സാം എഴുതാം. ഇപ്പൊ 1 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി. ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്താൽ മതി, നേരെ വന്നിട്ട് എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, ആന്റിജൻ ടെസ്റ്റ് നടത്തിയിട്ട് എന്ത് ചെയ്യുക, നെഗറ്റീവ് ആണെന്ന് കാണിച്ചിട്ട് 1 മണിക്കൂർ മതി കേട്ടോ. അത് കാണിച്ചിട്ടാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, 7 ദിവസം മുന്നേ എത്തണമെന്നില്ല, നിങ്ങൾ ഈ പറയുന്ന ടെസ്റ്റ് എന്ത് ചെയ്താൽ മതി, അവിടെ നടത്തിയാൽ മതി. ഇനിയോ, അപ്പൊ ഇന്ത്യക്കുള്ളിൽ നിന്ന് ആളുകളാണെങ്കിൽ ഈ പറയുന്നതിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ല. എനിക്ക് 20-നാണ് എക്സാം. 20-ന്റെ എക്സാം പാറ്റേൺ മനസ്സിലാക്കി പഠനം മെച്ചപ്പെടുത്താൻ മറ്റുള്ളവർക്ക് അവസരം കിട്ടും. ഇത് 20-ന് ഉള്ളവരെ ദോഷമായി ബാധിക്കില്ലേ? കട്ട് ഓഫ് ഓരോ ജില്ലയിലും അല്ലേ പ്രഖ്യാപിക്കുക, ഓരോ ഡേറ്റിനും എക്സാം എഴുതിയവർക്കല്ലല്ലോ. അപ്പോൾ 20-ന് എഴുതിയവർക്ക് പൂർണ്ണമായും നീതി കിട്ടുമോ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കേട്ടോ. ഇത് ഈ ഒരു ചോദ്യമാണ് ഞാൻ ആദ്യം എന്ത് ചെയ്തത്, നിങ്ങൾ പറഞ്ഞത്. ഇത് നോർമലി എല്ലാവർക്കും ഉള്ള ചോദ്യമാണ്. ഇപ്പോഴുള്ള ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം തന്നെ എല്ലാവർക്കും അതാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നും ചിന്തിക്കണ്ട. ആദ്യം ഈ മറ്റേ ലോക്ക്ഡൌണിൽ നിന്ന്, അതായത് കോവിഡിൽ നിന്ന് ആദ്യം മോചനത്തിന് അവസരം ലഭിക്കുന്നത് 20-ാം തീയതി എക്സാം എഴുതുന്ന ആളുകളാണ്. 25-ാം തീയതി അടുത്ത ടീമിനും എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. 20-ാം തീയതി എക്സാം എഴുതുന്ന ആളെക്കാളും ഒരു അഡ്വാൻറ്റേജും എന്ത് ചെയ്യുന്നില്ല, 25-ാം തീയതി എഴുതുന്ന ആൾക്ക് കിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ 20-ന് പോകുന്ന പഠനത്തിന്റെ സ്പീഡും 25-ന് പോകുന്ന പഠനത്തിന്റെ സ്പീഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലെ? രണ്ടും നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇന്ന് ഹാൾ ടിക്കറ്റ് വന്നിട്ട് കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇന്ത്യൻ നവോത്ഥാനത്തിലെ ആളുകളെയാണോ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്, അതോ കേരള നവോത്ഥാനത്തിലെ ആളുകളെയാണോ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്? സിലബസിൽ പറഞ്ഞിരിക്കുന്ന കേരള നവോത്ഥാനത്തിലെ ആളുകളെ മാത്രം പഠിച്ചാൽ മതിയോ, അതോ പുറത്തുള്ള വേറെ ആളുകളെയും പഠിക്കണോ? അതായത് എപ്പോഴാണ് ഈ സംശയമൊക്കെ മനസ്സിൽ തോന്നിയത്, ഹാൾ ടിക്കറ്റിൽ ഡേറ്റ് വന്ന് അവനവന്റെ പേരും അവനവന്റെ പരീക്ഷാ സെന്ററും വന്നപ്പോ. അപ്പൊ ഒരു ചെറിയ മാറ്റം ഉണ്ടായതാണ്. ഈ പറയുന്ന മാറ്റം ഉണ്ടായതാണ്. ഞാൻ നോർമലി പറയുന്നത് ഓരോരുത്തരും ഒരുങ്ങുന്ന സമയം എന്ന് പറയുന്നത്, കുറെ ആളുകൾ എന്ത് ചെയ്തു, കഴിഞ്ഞ മാസം ഡേറ്റ് പ്രഖ്യാപിച്ചപ്പോ തുടങ്ങി പഠനം. അതിനു മുന്നേ എന്ത് ചെയ്തു, കുറെ ആളുകൾ ആദ്യമേ എന്ത് ചെയ്തു, പഠനം തുടങ്ങി. ഇന്ന് തുടങ്ങുന്ന ആളുകളുണ്ട്, ഇന്ന് പഠനം തുടങ്ങുന്ന ആളുകളുണ്ട്. അതായത് 20 ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല 20-ാം തീയതി എന്റെ പേര് വരുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ യാദൃശ്ചികമായിട്ട് എന്ത് ചെയ്തു, 20-ാം തീയതിയിൽ എന്റെ പേര് വന്നു. അപ്പൊ പിന്നെ ഞാൻ ഇപ്പോഴെങ്കിലും എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം എന്നുള്ള ലെവലിലുള്ള ആളുകളുണ്ട്. അപ്പോ ഓരോരുത്തരും ഓരോ റേഞ്ചാണ്, ഓരോരുത്തരും ഓരോ ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്.
ഞാൻ അവിടെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. നമ്മൾ നോർമലി എന്ന് വെച്ചാൽ ഒരു കാര്യത്തിന് ഒരുങ്ങുമ്പോൾ ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കാത്തവരുണ്ട്. ജോലി അത്യാവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നല്ല രണ്ടല്ല 3 കൊല്ലം മുന്നേക്കെ ഈ LDC കണ്ടു പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജോലി അത്രയും അത്യാവശ്യമായിട്ട് അത്രയും ഗതികേട് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 2-3 വർഷമായിട്ട് ഇതിന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇപ്പൊ അടുത്തൊന്നും ജീവിതത്തിൽ ഒരു ഗതികേട് വരാനില്ല എന്നുള്ള ആള് ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ആവശ്യം എന്ന് പറയുന്നത് ഓരോ തലത്തിൽ ഉള്ള ആളുകളാണ്. അതിനനുസരിച്ചിട്ട് ഓരോരുത്തർ എന്ത് ചെയ്യും, പഠനം തുടങ്ങും എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാണ്. അപ്പൊ ഇത് നീതിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. ഇവിടെ ഓരോ എക്സാമിനും എന്ത് ചെയ്യും, അതിന്റെ ആ ഒരു ടൈറ്റ്നസിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും കേട്ടോ. പിന്നെയോ ഇത് പാറ്റേൺ എന്ന് പറയാൻ പുതിയ പാറ്റേണിലുള്ള പരീക്ഷ ഒന്നല്ല നടക്കുന്നത്. 80 മാർക്ക് GKയും 20 മാർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. ഈ പാറ്റേണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വേരിയസ് ലാസ്റ്റ് ഗ്രേഡ് നടന്നിട്ടുണ്ട്, കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് നടന്നിട്ടുണ്ട്, ആൾറെഡി പരീക്ഷകൾ നടന്നിട്ടുണ്ട്. പിന്നെ ഇനി അതിൽ SCRT മാത്രമാണോ കയറി വരിക, അതോ മുമ്പത്തതും കയറി വരുമോ? SCRT മാത്രം കയറി വന്നിട്ട് VEOന്റെ പരീക്ഷ നടന്നിട്ടുണ്ട്, അതും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അല്ലെ? അതും നിങ്ങളെ കൊണ്ട് ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, SCRT മാത്രം കയറി വന്ന പരീക്ഷകളും ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതും ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അല്ലാത്തയും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. രണ്ടും നിങ്ങൾ ആൾറെഡി എന്താണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. ഇനിയോ ഞാനിപ്പോൾ UAE-യിലാണ്, 16-ന് നാട്ടിലെത്തുകയുള്ളൂ. ക്വാറന്റൈനിൽ ഇരിക്കുന്നവർക്ക് എങ്ങനെയാണ് എക്സാം? വന്നിട്ട് നേരെ എന്ത് ചെയ്യുക, ആന്റിജൻ ടെസ്റ്റ് നടത്തി കോവിഡ് നെഗറ്റീവ് എന്നുള്ള സർട്ടിഫിക്കറ്റ്, ഇനി കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ PSCയെ അറിയിച്ച് അതിലൂടെ എഴുതാനുള്ള സംവിധാനമുണ്ട്. ക്വാറന്റൈനിലാണെങ്കിലും അങ്ങനെ എഴുതാനുള്ള സംവിധാനമുണ്ട് കേട്ടോ. ഇപ്പോൾ 20-25 എക്സാം ഉള്ളവരുടെ ഹാൾ ടിക്കറ്റ് ആണ് വന്നത് എങ്കിൽ ബാക്കിയുള്ള തീയതികളിലെ എക്സാമിന് ഹാൾ ടിക്കറ്റ് എന്ന് വരും? അത് ഈ പറയുന്ന പോലെ 10 to 15 ദിവസത്തിന്റെ ഗ്യാപ്പിൽ എന്ത് ചെയ്യും, ഒരു 12-ാം തീയതിക്കായിട്ട് എന്ത് ചെയ്യും, ഏകദേശം വരും കേട്ടോ. 12-ാം തീയതി ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർക്കും വരും. ചോദ്യം 1, സാർ പൊതുവെ പരീക്ഷ ലളിതമായിരിക്കുമോ? ഓൾറെഡി പറഞ്ഞാണ്. ചോദ്യം 2, ആദ്യ ദിവസങ്ങളിൽ പരീക്ഷ എഴുതുന്നത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ? ഒറ്റ ഉത്തരേ ഉള്ളൂ, ഗുണം ചെയ്യും, വേറൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആ ഒരു തീപ്പൊരി ഉണ്ടല്ലോ, ഇപ്പോൾ ഉള്ള ആ ഒരു തീപ്പൊരി എന്ത് ചെയ്യും, അണയാതെ 20-ാം തീയതി വരെ നിൽക്കും. 20-ാം തീയതി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ അണയേണ്ടവർക്ക് അണയുകയും ചെയ്യും. പിന്നെയോ ഇനിയിപ്പോ ഞാൻ വീണ്ടും തുടങ്ങണല്ലോ എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യും, അവിടെ വേറെയും തുടങ്ങും കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, അതിൽ നിങ്ങൾ ഗുണവും ദോഷവും കാണേണ്ട കാര്യമില്ല. ഇതുവരെ ഒരുവിധം ടോപ്പിക് എല്ലാം ക്ലിയർ ആണ്, പക്ഷെ മോഡൽ എക്സാം എഴുതുമ്പോൾ മാർക്ക് കൂടുന്നില്ല, സ്വാഭാവികം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, PSCയുടെ റേഞ്ച് എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ പേപ്പറിന് മാത്രമേ ഉണ്ടാവുള്ളൂ, PSC ക്വസ്റ്റ്യൻ പേപ്പറിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്, ബാക്കി ഓരോന്നും ഓരോരോ മോഡലാണ്, ബാക്കി ഓരോന്നും ഓരോ മോഡലാണ്. അതൊരിക്കലും ആരല്ല, അതൊരിക്കലും PSC അല്ല. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, എന്ത്, PSC ഒരു ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, 1857 ഒന്നാം സ്വാതന്ത്ര്യം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം എന്നെന്ത് ചെയ്തു, 2021 ജനുവരിയിൽ ചോദിച്ചു, ഫെബ്രുവരിയിൽ ചോദിച്ചു, മാർച്ചിലും ചോദിച്ചു, ഏപ്രിലും ചോദിച്ചു, മെയ്യിലും ചോദിച്ചു, ഇങ്ങനെ ഡിസംബർ വരെ ഓരോ പരീക്ഷയിലും ചോദിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾ പോയിട്ട് പരാതി കൊടുക്കുവോ? നിങ്ങൾ പോയിട്ട് പരാതി കൊടുക്കുവോ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? നേരെ മറിച്ച് നിങ്ങൾ പണം കൊടുത്ത് ബാക്കിയുള്ള ഏതൊരു ഏജൻസിയിലാണെങ്കിലും ഏതൊരു പ്രസിദ്ധീകരണത്തിലാണെങ്കിലും ഈ പറയുന്ന ഒരേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, എന്ത്, നിങ്ങൾക്ക് എന്താ വേറെ ക്വസ്റ്റ്യൻ ഒന്നുമില്ലേ? ക്വസ്റ്റ്യൻ ഇത്ര ദാരിദ്ര്യമാണോ? നിങ്ങൾ എന്നോട് പറ, ഞാൻ ഇട്ട് തരാം ക്വസ്റ്റ്യൻ എന്ന് നിങ്ങൾ പറയൂലേ? ഇതന്നെയാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, അത്ര ചിന്തിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ പറയുന്നത് മറ്റേ ആ പ്രസിദ്ധീകരണത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, ഒരു 1.5 സ്റ്റാൻഡേർഡ് ആണ്, നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എവിടെയെങ്കിലും ഈ മീററ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയോ നല്ല സൂപ്പർ ക്വസ്റ്റ്യൻ എന്ന് പറയോ? ഒരിക്കലും പറയൂല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ലെവലിൽ ചിന്തിച്ചാൽ മതി. ഒരിക്കലും ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നാളെ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന അൺഅക്കാഡമിക് ക്വസ്റ്റ്യൻ അയച്ചു കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് വിചാരിക്കുക, ജസ്റ്റ് ഒരു എക്സാമ്പിൾ. അപ്പൊ നിങ്ങളടുത്ത് ഒരു 100 ക്വസ്റ്റ്യൻ തരാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാണ്, ചോദ്യകർത്താവാക്കാൻ പോവാണ്. നിങ്ങളെ നാളെ ചോദ്യകർത്താവാക്കിയിട്ട് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങളടുത്ത് ഒരു 100 ക്വസ്റ്റ്യൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, ഇന്നേ വരെ എവിടെയും കാണാത്ത 100 ചോദ്യങ്ങളാണ് നിങ്ങൾ അയച്ചു കൊടുക്കുക അല്ലെ? അല്ലാതെ നിങ്ങൾ ആരെങ്കിലും അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത്
ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് എന്നൊക്കെ ആലോചിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെട്ടിട്ടിട്ട് ഈ ക്വസ്റ്റ്യൻ ഇടാൻ നിന്നെ തപ്പി നടക്കണമെന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ. പി എസ് സിക്ക് അങ്ങനെ ഒരു പരാതിയേ ഇല്ല കേട്ടോ. പി എസ് സിക്ക് അങ്ങനെ ഒരു പരാതിയേ ഇല്ല. പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റേഞ്ച് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ നോർമലി ഈ പറയുന്ന പി എസ് സിയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ വേറെ എവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താ? നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഭയങ്കര ടൈറ്റ്നസും ഇവിടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും, നിങ്ങൾക്ക് ഇനിയും ഒന്നും ആയില്ല, മാർക്ക് കുറവാണെന്നൊക്കെ തോന്നി, ഇതേ റേഞ്ചിൽ നിങ്ങൾ അങ്ങ് പി എസ് സിക്ക് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ഭയങ്കര ദീർഘശ്വാസം വരും. കാരണം എന്താ? അത്ര വലിയ ടൈറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഒക്കെ ഏകദേശം ഞാൻ കണ്ടതും പിന്നെ ഞാൻ ഏകദേശം വായിച്ചതിന്റെ ഇടയിലൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നുള്ള ആ ഒരു ലെവലിൽ എന്ത് ചെയ്യും നമ്മൾ എപ്പോഴും കാണാറുള്ളത്. അപ്പൊ ആ ലെവലിൽ മാത്രം എന്ത് ചെയ്താൽ മതി, കണ്ടാൽ മതി കേട്ടോ. അപ്പൊ ആ ലെവലിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അവിടെ കണ്ടാൽ മതി. ഇനിയോ മലപ്പുറം ജില്ലയിൽ എനിക്ക് ഹാൾ ടിക്കറ്റ് ലഭിച്ചു, ഇതേ ജില്ലയിൽ എക്സാം എഴുതുന്ന എന്റെ ഭാര്യയുടെ ഹാൾ ടിക്കറ്റ് കിട്ടിയില്ല, ഇന്ന് മാത്രമേ ഹാൾ ടിക്കറ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ, ഇനി കിട്ടാൻ എന്ത് ചെയ്യണം? ഇത് ഞാൻ ആൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്താണ്, ഇത് ഞാൻ ആൾറെഡി നിങ്ങൾക്ക് പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് കേട്ടോ. അപ്പൊ അവിടെ എന്ത് ചെയ്തു, സംശയങ്ങൾ ഏകദേശം അവിടെ തീർന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നേ ഉള്ളൂ, അവിടെ പഠിക്കണം എന്നേ ഉള്ളൂ. അപ്പൊ ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, നാളെ മുതൽ ഞാൻ എന്ത് ചെയ്യും, സ്പെഷ്യൽ ക്ലാസ് ഒരു 7 അല്ലെങ്കിൽ 8 അതിൽ ഞാൻ എന്ത് ചെയ്യും, കറണ്ട് അഫേഴ്സ് ഏകദേശം ഒന്ന് ഓടിച്ച് തീർക്കും സ്പെഷ്യൽ ക്ലാസ്സിൽ കേട്ടോ. കറണ്ട് അഫേഴ്സ് ഒരു 7 ക്ലാസ് വയ്ക്കും. അതിൽ ഈ പറയുന്ന ജൂൺ ജൂലൈ മുതൽ എന്ത് ചെയ്യും, നവംബർ വരെ ഒന്നിച്ചൊരൊറ്റ ഓട്ടം. ആ ഒരു ഓട്ടത്തിൽ എന്ത് ചെയ്യും നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സിൽ കറണ്ട് അഫേഴ്സ് അവിടെ എന്ത് ചെയ്യും, അവിടെ അങ്ങ് തീർക്കും. അപ്പൊ ബാക്കിയൊക്കെ ഏകദേശം ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഏകദേശം നിങ്ങൾ ഈ പറയുന്ന പോലെ സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് എല്ലായിടത്തും എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നേ ഉള്ളൂ, നിങ്ങൾ പഠിക്കണം എന്നുള്ളൂ. ഞാൻ അതിന്റെ ഇടയിൽ ഒരു 7 ദിവസം എന്ത് ചെയ്തു, ഒന്ന് ബ്രേക്ക് ആയി പോയി. അപ്പൊ ഇനി നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസിൽ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നാളെ ഒരു ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 25 ഡേയ്സിന്റെ ബാച്ച് നാളെ അൺഅക്കാഡമി പ്ലസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജേതാവ് 2 എന്ന് പറയുന്ന ഒരു കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൾറെഡി +2 പ്രിലിമിനറി കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു 2, 3, 4 ദിവസമൊക്കെ ആയിട്ടേ ഉള്ളൂ എന്ത് ചെയ്തിട്ട് ഈ പറയുന്ന +2 ലെവലിന്റെ പ്രിലിമിനറിയുടെ ഒരു 60 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 9 എഡ്യൂക്കേറ്റേഴ്സ് ഉള്ള ബാച്ച് കോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അവിടെ ജോയിൻ ചെയ്ത് അൺഅക്കാഡമി പ്ലസിൽ ജോയിൻ ചെയ്ത് എന്ത് ചെയ്യാം, പഠിക്കാം. അവിടെ നിങ്ങൾക്ക് പ്ലസിലാണെങ്കിലും ഫ്രീയിലാണെങ്കിലും അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കോഡ് യൂസ് ചെയ്യാം, മൻസൂർ ലൈവ് എന്നുള്ളൊരു കോഡ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. അപ്പോ പഠിക്കുക. ഇനിയുള്ള ദിവസം ആകെ എന്തേ ഉള്ളൂ, വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. വെറും 9 ദിവസം. 9 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം ഇരിക്കാൻ പറ്റുന്ന അത്ര ഇരിക്കുക. പിന്നെ ചിലര് പറയുന്നുണ്ട് 3 മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ, ബാക്കി മൊത്തം പഠനമാണ്. ആ ലെവലിൽ നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. ആ ലെവലിൽ നിങ്ങൾ പഠിക്കണ്ട. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 6 മണിക്കൂർ എന്നുള്ളത് 6ഉം 7ഉം 8ഉം മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുള്ള പഠനം മതി. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നാമത് ആലോചിച്ച് നോക്കുക, 2 മണി സമയത്താണ് എന്ത് ചെയ്യുന്നത്, 2 മണി സമയത്താണ് അവിടെ പോയിട്ട് ഇരിക്കുന്നത്. ആ സമയത്ത് അവിടെ പോയി ഇരുന്നിട്ട് പിന്നെ ഇത്രയും ദിവസം ഉറക്കം ഒഴിച്ചിട്ട് അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ മറ്റേ ഫ്രണ്ട്സ് സിനിമയിൽ ലാസ്റ്റ് ജയറാം ഇരിക്കുന്നില്ലേ, അതുപോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. മൈൻഡിലൂടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഓടി മറയുന്നുണ്ട്, വേറൊരു ലെവലും ഇല്ല എന്ന് പറഞ്ഞാൽ. ഒന്നാമത് ഉച്ച ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം വരുന്ന സമയമാണ്. അതിലൂടെ ഈ 100 ക്വസ്റ്റ്യനും കൂടെ വായിച്ചിട്ട് ഏത് റേഞ്ച് ആവും എന്നുള്ളത് നമുക്ക് പോലും എന്ത് ചെയ്യൂല, അറിയൂല. അപ്പൊ പിന്നെ ആ ലെവലിലേക്കൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കണ്ട, പോവാൻ നിൽക്കണ്ട. പഠിക്കുക, മാക്സിമം എന്ത് ചെയ്യുക, ഉറക്കം കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെയൊക്കെ പ്രതിസന്ധി, നമ്മുടെയൊക്കെ സങ്കടങ്ങളും നമ്മുടെയൊക്കെ ഈ പറയുന്ന ബാക്കിയുള്ളവരുടെ കുത്തുവാക്കുകളും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പഠനത്തിലേക്ക് എത്തിച്ചത്. ആ പഠനത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇനി എണീറ്റ് നിന്ന് കാണിച്ചു കൊടുക്കേണ്ടത് ആരാ? എണീറ്റ് നിന്ന് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. പിന്നെ അവിടെയും ഇവിടെയും അഭിപ്രായം പറയാനും ഒക്കെ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ അഭിപ്രായങ്ങളല്ല, ചെയ്ത് കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മുന്നിൽ നമുക്ക് കൈവീശി കാണിക്കാൻ പറ്റൂ. അത് ഓർത്തിരിക്കുക. ഇഷ്ടംപോലെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ ആൾക്കാരുണ്ടാവും. നമ്മളെ കുറിച്ചാണെങ്കിലും PSCയെ കുറിച്ചിട്ടാണെങ്കിലും എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും അഭിപ്രായം പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നിങ്ങളൊക്കെ 10ാം ക്ലാസ് ജയിച്ചപ്പോൾ അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് അഭിപ്രായം പറയാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരുന്നു.
ലാസ്റ്റ് എടുത്ത കോഴ്സും അതിന്റെ നിലവാരവും നമ്മുടെ നിലവാരവും അറിഞ്ഞു പഠിച്ചത് ആരാണ്? അറിഞ്ഞു പഠിച്ചത് നമ്മൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ചെയ്ത് കാണിച്ച് നിവർന്ന് നിന്ന് കാണിച്ചെങ്കിലേ ഈ പറഞ്ഞതിനെല്ലാം ഫലമുള്ളൂ. അത് മുന്നിൽ കണ്ടിട്ട് എന്ത് ചെയ്യുക? അത് മുന്നിൽ കണ്ട് നന്നായിട്ട് പഠിച്ചോളുക. ഇനിയുള്ള ദിവസങ്ങളിൽ മൈൻഡിലേക്ക് എന്ത് ചെയ്യാതിരിക്കുക? മൈൻഡിലേക്ക് കൂടുതൽ ദേഷ്യവും അതുപോലെ തന്നെ ഈ പറയുന്ന സങ്കടങ്ങളൊന്നും കൂടുതലാക്കാതിരിക്കുക. സങ്കടം ഉള്ളത് ശരി തന്നെയാണ്. ടെൻഷൻ ഉണ്ട്, ടെൻഷൻ ഇല്ലാത്തവരായിട്ട് ആരും ഇല്ല. വളരെ ഹാപ്പി ആയിട്ട് ഈ പരീക്ഷയ്ക്ക് പോകുന്നവൻ ആരായിരിക്കും? ആദ്യമായിട്ട് PSC എഴുതാൻ പോകുന്നവനായിരിക്കും. കാരണം അവനൊരു പൊലിവാണ്, 100 ബബിൾ കറപ്പിക്കാൻ ആദ്യമായിട്ട് പോവാണെന്നുള്ള ആ ഒരു പൊലിവോട് കൂടെയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അയാൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല, കിട്ടിയാൽ ഒരു ലോട്ടറി എന്നുള്ള ലെവലിൽ മാത്രമാണ്. പക്ഷെ പഠിച്ചവൻ എന്തുണ്ടാവും? പഠിച്ചവൻ ഈ പറയുന്ന ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം ഇനിയുള്ള ദിവസങ്ങളിൽ സങ്കടങ്ങൾ വർദ്ധിപ്പിക്കാതിരിക്കുക. അച്ഛനോടും അമ്മയോടും കയർത്ത് സംസാരിക്കാതിരിക്കുക കേട്ടോ. ഇനിയുള്ള ദിവസങ്ങളിൽ മെയിൻ ആയിട്ട് 10 ദിവസങ്ങളിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് കയർത്ത് സംസാരിച്ചാൽ പോലും നോർമലി ടെൻഷൻ അടിക്കുന്നത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് പുസ്തകത്തിന് മുമ്പിൽ ഇരുന്നിട്ട് നിങ്ങൾ തന്നെയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? പശ്ചാത്തപിക്കുന്നത്. അച്ഛനോട് വെറുതെ എന്ത് ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ഞാൻ അവിടെ പഠിക്കുന്നത് കണ്ടൂടെ എന്നുള്ള ആ കമന്റ് ഒക്കെ ഇനിയുള്ള 9 ദിവസം എന്ത് ചെയ്യും? ഇഷ്ടംപോലെ അച്ഛനും അമ്മയും കേൾക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാൽ പോലും നിങ്ങളാണ് പുസ്തകത്തിന് മുന്നിൽ ഇരുന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നത്? പിന്നീട് നിങ്ങളാണ് ടെൻഷൻ അടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാതിരിക്കുക? ആരോടാണെങ്കിലും എന്ത് ചെയ്യാതിരിക്കുക? സങ്കടം അതേപോലെ തന്നെ ദേഷ്യം ഒന്നും എന്ത് ചെയ്യാതിരിക്കുക? ഇനിയുള്ള ദിവസങ്ങളിൽ കാണിക്കാതിരിക്കുക. കുട്ടികളോടും എന്ത് ചെയ്യാതിരിക്കുക? കുട്ടികളോടും നമ്മളെ പഠനത്തിന്റെ കാര്യങ്ങളൊന്നും അങ്ങോട്ടേക്ക് കാണിക്കാതിരിക്കുക. അപ്പൊ എന്തായാലും ഏകദേശം നിങ്ങളുടെ ആ ഒരു കോമൺ ആയിട്ടുള്ള ഡൗട്ടുകൾക്കൊക്കെ ഏകദേശം മറുപടി ആയി എന്ന് വിചാരിക്കുന്നു. ഇനി 9 ദിവസം എന്ത് ചെയ്യുക? പഠിക്കുക. നമ്മള് ഇഷ്ടം പോലെ എന്ത് ചെയ്തിട്ടുണ്ട്? അറിവ് നമുക്കുണ്ട്. ഇനി ആ അറിവിന് എന്ത് ചെയ്യണം എന്നേ ഉള്ളൂ? നമ്മളൊരു കുറഞ്ഞ സമയത്തിലേക്ക് പെർഫോം ചെയ്യാനുള്ളതാക്കി മാറ്റണം എന്നേ ഉള്ളൂ. അന്നൊരു ദിവസം കേരള റെനൈസൻസിന്റെ പരീക്ഷ എഴുതിയ നിങ്ങൾക്കറിയാലോ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ തെറ്റിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ബേസിക് ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല എന്നുള്ള റേഞ്ചിൽ. എന്നാലോ വലിയ വലിയ കാര്യങ്ങൾ, ട്രംപ് എത്രാമത്തെ തവണയാണ് ഇംപീച്ച് ചെയ്യപ്പെടുന്നത്, ആദ്യം ആരാണ് ഇംപീച്ച് ചെയ്യപ്പെട്ടത്, രണ്ടാമത് ആരാണ് ഇംപീച്ച് ചെയ്യപ്പെട്ടത്, അതടക്കം നിങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പോ കഴിഞ്ഞ ലോക്സഭ എത്രാമത്തെ ലോക്സഭയാണെന്ന് ചോദിച്ചപ്പോ 16 ആണോ 17 ആണോ അതുപോലും കറക്റ്റ് ആയിട്ട് ഉറപ്പിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ഉറപ്പിച്ചോളുക. വലിയ വലിയ കാര്യങ്ങൾ ഉറപ്പിക്കാൻ നമുക്ക് വലിയ വലിയ പരീക്ഷകൾ പുറകെ വരും. ഓക്കെ, അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ് കേട്ടോ. നന്നായിട്ട് പഠിക്കുക. ഓക്കെ.